ഹായ്, ഞാൻ അനുദീപ്. ഇന്ന് സബ് ഇൻസ്പെക്ടർ മെയിൻസ് പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. ഈ പരീക്ഷ പല സൂചനകൾ നമുക്ക് തരുന്നുണ്ട്. ആ സൂചനകൾ തിരിച്ചറിഞ്ഞ് പഠിച്ചാൽ ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ്, അല്ലെങ്കിൽ 2027 നടക്കാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം, എക്സൈസ് ഇൻസ്പെക്ടർ എക്സാം, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന PSC പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് കുറെ കൂടെ പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കും. അപ്പം PSC നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതാണ്. ഇന്ന് നടന്ന പരീക്ഷയുടെ ആൻസർ കീ ഡിസ്കഷൻ അല്ലത്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കട്ട് ഓഫിനെ പറ്റിയുള്ള ഏകദേശം ഒരു ധാരണ വരുത്താൻ ശ്രമിക്കും. അതിനോടൊപ്പം എങ്ങനെയാണ് ഇനിയുള്ള പരീക്ഷകൾക്ക് പഠിക്കേണ്ടത് എന്ന് ഇന്നത്തെ പരീക്ഷയുടെ ബേസിസിൽ വിത്ത് പ്രൂഫ്, തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്ത കാരണം, കംപ്ലീറ്റ് ആയിട്ടും കണ്ടിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടിയില്ലെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തോ, കുഴപ്പമില്ല. കാരണം അത്രയും കോൺഫിഡന്റ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കഷ്ടപ്പെട്ട് റിസർച്ച് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക. ടെലിഗ്രാം ഫാമിലിയിൽ, ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഡെയിലി രാവിലെ ഫ്രീ മോക്ക് ടെസ്റ്റ് റൺ ചെയ്യുന്നുണ്ട് ഡിഗ്രി ലെവലിന്. അത് മതി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ മാർക്ക് ബൂസ്റ്റ് ചെയ്ത് ഹെൽപ്ഫുൾ ആവും. അപ്പം ചാനൽ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ടെലിഗ്രാം കുടുംബാംഗങ്ങളാവാൻ എല്ലാവരും ക്ഷണിക്കുകയാണ്. നമ്മുടെ അഫോർഡബിൾ കോഴ്സസ് നിങ്ങൾക്ക് വളരെ ലഭ്യമാവാം. സോ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, നമ്മുടെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ നമ്മുടെ തത്വശാസ്ത്രം, ഫിലോസഫി എന്താണ്? ആഴത്തിൽ പഠിക്കുക, കറക്കി കുത്തുക, AP+KK എന്ന് പറയും അല്ലെ. പുതിയ പാറ്റേണിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നുന്ന പല ചോദ്യങ്ങളും നമ്മൾ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് ആൻസേഴ്സിലേക്ക് എത്തണം. അതിനോടൊപ്പം ആഴത്തിലുള്ള പഠനവും മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് ഈ പരീക്ഷയുടെ ട്രെൻഡിൽ വന്നിട്ടുള്ള വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പരീക്ഷയുടെ ഡിഫിക്കൽറ്റി ലെവൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈസി ടു മോഡറേറ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് പേപ്പർ ആണെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പരീക്ഷയിൽ സൈക്കോളജി, എല്ലാവരും പേടി സ്വപ്നമായ സൈക്കോളജി വളരെ ലളിതമായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. 10ൽ ഒരു 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ എന്താ പറയാ, എക്സ്ട്രീംലി ഈസി അല്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് സൈക്കോളജി. പിന്നെ ലോയിൽ നിന്ന് അങ്ങനെ അധികം സെക്ഷൻസ് ചോദിച്ചു കാണുന്നില്ല. സെക്ഷൻസ് അങ്ങനെ ചോദിച്ചു കാണുന്നില്ല. പിന്നെ സെക്ഷൻസ് വന്നിട്ടുള്ള IT ആക്ടിൽ നിന്നാണ് അല്ലെ. BNS, BSA പോലുള്ള മേഖലകളിൽ ലളിതമായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഇത് ഞാൻ പണ്ടേ പറയുന്ന ഒരു കാര്യമാണ്. PSC സിലബസിൽ പുതിയൊരു ടോപ്പിക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആദ്യകാലങ്ങളിൽ ചോദ്യങ്ങൾ എളുപ്പമായിരിക്കും. LSGSന് സംഭവിച്ചത് തന്നെയാണ്, ഇപ്പൊ ഇവിടെ സംഭവിച്ചത് തന്നെയാണ്. അതിനൊരു എക്സെപ്ഷൻ സൈക്കോളജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പണ്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് അവർ ചോദിച്ചുകൊണ്ടിരുന്നത് സബ് ഇൻസ്പെക്ടറിന്. പക്ഷെ ഇത്തവണ BSA, BNS ഒക്കെ വന്നതുകൊണ്ട് തന്നെ ലളിതമായിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. മൊത്തത്തിൽ പേപ്പർ ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആൾക്കാർക്ക് വൃത്തിയായിട്ട് എഴുതാൻ പറ്റും. പഠിച്ചത് മാത്രമേ എഴുതൂ എന്ന വാശിക്ക് പോയിട്ടുള്ള ആൾക്കാർക്ക് പണി കിട്ടും. നമ്മൾ കുറച്ച് റിസ്ക് എടുത്ത് എലിമിനേഷൻ ടെക്നിക്സ് കൊണ്ട് യൂസ് ചെയ്യേണ്ട ധാരാളം റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാതെ. അപ്പോ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കുറെ ആർട്ടിക്കിൾസ് ചോദിച്ചിട്ടുണ്ട്. സാധാരണ അത്ര ഫാക്ച്വൽ റോ ഫാക്ട് ഞാൻ ചോദിക്കാറില്ല. പക്ഷെ ഇത്തവണ കോൺസ്റ്റിറ്റ്യൂഷൻ അത്ര ആർട്ടിക്കിൾസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ബേസിക് ഇൻഫർമേഷൻ നിങ്ങളുടെ മനസ്സിലിരിക്കാം. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം നോക്കിയേ. കേരളത്തിലെ ഈ ഗവർണൻസിനെ പറ്റിയുള്ള ഒരു ചോദ്യമാണ്. ഒന്നാമതായി PSC പറയുന്ന ഒരു കാര്യം അതാ, നിങ്ങൾ റിസ്ക് എടുക്കുന്ന ഒരു ബ്യൂറോക്രാറ്റ് ആണോ, കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുന്ന കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ? അതാണ് PSC ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഈ ചോദ്യത്തിനകത്ത് കേരളത്തിൽ ഈ ഗവർണൻസ് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ നമ്മൾ സക്സസ്ഫുൾ ആണ് കേരളത്തിൽ ഈ ഗവർണൻസ്. ഗ്രാസ് റൂട്ട് ലെവൽ വരെ അത് എത്തിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന ചോദ്യം. ഇത് മലയാളം വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും. അതിലേക്ക് ഞാൻ പിന്നെ വരാം. തൽക്കാലം ഈ ചോദ്യം നോക്കുക. ഇത് സ്കിപ്പ് ചെയ്യേണ്ട ചോദ്യങ്ങളല്ല. പഴയ പാറ്റേണിൽ പഠിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള നിർബന്ധം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. അതല്ല, റാങ്ക് അടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഫസ്റ്റ് ചോദ്യം എന്താ? ഇന്റഗ്രേഷൻ ഓഫ് ഇ ഗവർണൻസ് വിത്ത് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് പ്രോസസ്. യെസ്, പഞ്ചായത്തുകളിലൊക്കെ ഇതുണ്ടല്ലോ. രണ്ടാമത്തത് എന്താ? സ്ട്രോങ് ടെക്നിക്കൽ സപ്പോർട്ട് ഫ്രം ഓട്ടോണോമസ് ഏജൻസീസ് ലൈക്ക് ഇൻഫർമേഷൻ കേരള മിഷൻ. നമ്മൾ ഈ ഗവർണൻസിന് ഇൻഫർമേഷൻ കേരള മിഷന്റെ സപ്പോർട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. ഉണ്ടാവുമല്ലോ. 3 എന്താ? എക്സ്ക്ലൂസീവ് ഡിപ്പെൻഡൻസ് ഓൺ പ്രൈവറ്റ് IT വെൻഡേഴ്സ് ഫോർ പബ്ലിക് സർവീസ് ഡെലിവറി പ്ലാറ്റ്ഫോം. അതായത് കേരളത്തിൽ ഈ ഗവർണൻസ് നിലനിർത്താൻ വേണ്ടി നമ്മൾ സ്വകാര്യ പാർട്ടികൾ അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എക്സ്ക്ലൂസീവ്ലി അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളതെന്ന് പറയുന്നത്. ഇതൊരു അലുവയും അത്തിക്കനയും പോലെ ഇരിക്കുകയല്ലേ. സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്ന് പറയും. 2 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന് ഘടക വിരുദ്ധമല്ല 3 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. 2 പറയുന്ന ഇൻഫർമേഷൻ കേരള മിഷൻ പോലുള്ള ഓട്ടോണോമസ് ഏജൻസീസ്, അത് പ്രൈവറ്റ് അല്ലല്ലോ, അവർ നമ്മളെ സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നത്. 3യിൽ പറയുന്നു പ്രൈവറ്റ് പ്ലാറ്റ്ഫോംസുമായിട്ട് നമ്മൾ ഭയങ്കര ഡിപ്പെൻഡന്റ് ആണ്, അവർ മാത്രമാണ് നമുക്ക് സഹായിക്കാനുള്ളത് എന്ന് പറയുന്നു. 2ഉം 3യും പരസ്പര വിരുദ്ധങ്ങളല്ല. അപ്പൊ 2ഉം 3യും വിരുദ്ധങ്ങളാണ്.
അപ്പൊ 2 3 ഒരുമിച്ചുള്ള ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞേ. സർവോപരി ഒരു പ്രോഗ്രാം സക്സസ്ഫുൾ ആവണമെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് അത് ഇറങ്ങി ചെല്ലണമെന്നുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് പാർട്ടീസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ പറ്റും. ഇവിടെ കണ്ടു, ഇത് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എക്സ്ക്ലൂസീവ് ഡിപ്പെൻഡൻസ് ഓൺ പ്രൈവറ്റ് IT വെൻഡേഴ്സ് ഫോർ പബ്ലിക് സർവീസ് ഡെലിവറി പ്ലാറ്റ്ഫോം. ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യുമോ? പ്രൈവറ്റ് പാർട്ടീസിനെ മാത്രം നമ്പി ചെയ്യുമോ? പോട്ടെ, അതും കൺഫ്യൂസ്ഡ് ആണെന്നിരിക്കട്ടെ. പക്ഷെ 2 ശരിയായല്ലേ പറ്റൂ. 2 അല്ലെങ്കിൽ 3 ഏതെങ്കിലും ഒന്ന് മാത്രമേ ഓപ്ഷനിൽ വരാൻ പാടുള്ളൂ. 2 അല്ലെങ്കിൽ 3. 2 ശരിയായല്ലേ പറ്റുള്ളൂ. ഇൻഫർമേഷൻ കേരള മിഷൻ നമ്മുടെ ഈ ഗവർണൻസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? അപ്പൊ ഈ കൂടുതൽ 2 ഉള്ള ഓപ്ഷൻ ഏതാണ്? നോക്കിയാൽ മതി. 16ന്റെ ആൻസർ ആണ്. ഇത് നമ്മൾ ചോദ്യങ്ങൾ ഓരോന്നും വായിച്ച് ഓരോ വാക്കിന്റെ അർത്ഥം കണ്ടെത്തിയിട്ടല്ല ഈ ഉത്തരത്തിലേക്ക് എത്തുന്നത്. വായിക്കുമ്പോൾ ഏകദേശം ഐഡിയ നമുക്ക് കിട്ടും. അത് വെച്ച് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇതാണ് കറക്റ്റ് കുത്ത് എലിമിനേഷൻ ടെക്നിക്സിന്റെ മാജിക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കാം. ഇനി എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊന്നു പിള്ളേരെ, നിങ്ങൾ ഡിഗ്രി ലെവലാണ് ഫോക്കസ് ചെയ്തതെങ്കിൽ ഡോണ്ട് ചീറ്റ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ പറ്റിക്കരുത്. ബിക്കോസ് ഇംഗ്ലീഷിൽ ചോദ്യം വായിച്ച് മനസ്സിലാക്കാനാണ് ഇവിടെ എളുപ്പം. മലയാളം അല്ല. മലയാളം ഇത് ഏത് മലയാളവും നമുക്കൊന്നും അറിയത്തില്ല. ഞാൻ പഠിച്ച മലയാളം ഇങ്ങനല്ല. സോ ഇംഗ്ലീഷിൽ തന്നെ പരിശീലനം നേടുക, ഇംഗ്ലീഷിൽ തന്നെ ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അത് പണിയുള്ള കാര്യമല്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങൾ 1-1.5 മാസം കഷ്ടപ്പെടേണ്ടി വരും. അത് കഴിഞ്ഞാൽ പിന്നെ സേഫ് ആണ്. ബെസ്റ്റ് എക്സാമ്പിൾ ഈ ചോദ്യം ഒന്ന് നോക്കിയേ. ഒരു വ്യക്തിക്ക് പറക്കാൻ ഭയമാണ്, ഫ്ലൈയിങ് പേടിയാണ്. അപ്പൊ അയാളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഇതെന്താണ് ഈ പറഞ്ഞത്? പറക്കൽ പൂർണ്ണമായി ഒഴിവാക്കാൻ വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുക. വിശ്രമ വിദ്യകൾ പഠിപ്പിക്കുമ്പോൾ പറക്കലുമായി ബന്ധപ്പെട്ട ഉത്തേജകങ്ങൾ വ്യക്തിയെ ക്രമേണ വിധേയമാക്കുന്നതിലൂടെ. ഇത് എന്ത് ഭാഷ, എന്താണിത്? പക്ഷെ ഇംഗ്ലീഷിലെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. ഒരാൾക്ക് പറക്കാൻ പേടിയാ. അപ്പൊ അയാൾ എങ്ങനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ വഴി അയാളുടെ ആ ഒരു പേടിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണ്ടതെന്നുള്ള ചോദ്യം അല്ലെ? അപ്പോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? അയാളെ പറക്കാൻ അനുവദിക്കാതിരിക്കുക. പറക്കാനാണ് അയാൾക്ക് പറക്കണം. അതിന് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് എന്ന് ചോദിക്കുമ്പോൾ പറക്കാൻ അനുവദിക്കാതിരിക്കുക എന്നാണ് പറയേണ്ടത്. അയാളെ പറക്കാൻ പ്രാപ്തനാക്കുകയല്ലേ വേണ്ടത്. അപ്പൊ ഏതെറ്റാണ്? സി എന്താ പറയുന്നത്? ആങ്സൈറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചുമ്മാ മരുന്നുകൾ കൊടുത്തുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അത് ശരിയാവോ? ചുമ്മാ മരുന്ന് മാത്രം കൊടുത്ത് സിംറ്റംസ് മാത്രം, നിങ്ങൾക്ക് പനിയുണ്ട്, നിങ്ങൾക്ക് പനി ഉണ്ടെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കാൻ മാത്രം സിംറ്റംസിന് വേണ്ടി മാത്രം ചികിത്സ തന്നാൽ മതിയോ? അതോ അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തി ചികിത്സിക്കണോ? നമ്മൾ എപ്പോഴും റൂട്ട് കോസ് കണ്ടെത്തി ചികിത്സിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ സിയും തെറ്റാണ്. ഹിപ്നോസിസ് ഉപയോഗിച്ച് അതിന്റെ ചിന്ത മായ്ച്ചു കളയാന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഉടായ്പ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ബി എന്താ പറയുന്നത്? ഗ്രാജുവലി പതുക്കെ പതുക്കെ അയാളുടെ ഭയം മാറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് നടത്തുക എന്നാണ് ബി പറയുന്നത്. ഇതിന്റെ ആൻസർ ബി ആ. മോസ്റ്റ് ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ലോജിക്കിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ മലയാളം വായിച്ചുകൊണ്ടിരുന്നാൽ പറ്റുമോ? ഇല്ല, ഇംഗ്ലീഷ് തന്നെ വായിക്കണം. ഇങ്ങനെ ഇവിടെ നമ്മൾ ഓരോ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ, അപ്പം നമുക്ക് വായിക്കുമ്പോൾ ഒരു പേടി തോന്നുമെങ്കിലും ഏകദേശം ഒരു ഐഡിയ മതി നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട്. ബ്യൂറോക്രാറ്റ്, നിങ്ങൾ ഡെയിലി 100 കണക്കിന് ഫയൽസ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യേണ്ടി വരിക. അപ്പൊ 100 ഫയൽസും A to Z വായിച്ച് നോക്കി ആർക്കും ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷേ സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് ആ ഫയൽസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണോ നിങ്ങൾ, അതോ പ്രാക്ടിക്കലായിട്ട് ചിന്ത ചെയ്യുന്ന വ്യക്തിയാണോ നിങ്ങൾ നോക്കിയാണ് ഇത് ചെക്ക് ചെയ്യുക. അപ്പം ഇംഗ്ലീഷിൽ തന്നെ ചോദ്യം പരിശീലിക്കുക. ഇതാണ് എനിക്ക് നിങ്ങളത് രണ്ടാമതായി പറയാനുള്ളത്. പിന്നെ മൂന്നാമതായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഫ്രീ മാർക്ക് കിട്ടുന്ന പരിപാടിയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നുള്ളത്. ഇപ്പൊ കഴിഞ്ഞ വർഷം ഇപ്പൊ ഞങ്ങളുടെ ബാച്ചസിലൊക്കെ ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചാണ് ഞങ്ങൾ കോഴ്സ് സ്ട്രക്ചർ ചെയ്യുന്നതും പഠിപ്പിക്കുന്നതൊക്കെ. കാര്യം ഇഷ്ടംപോലെ മാർക്ക് നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ PSC ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകൾ, ഇതൊരു ചോദിച്ചിട്ടില്ലാത്തതും ഇനി ചോദിക്കാൻ സാധ്യതമായിട്ടുള്ള ഏരിയാസ് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. ഈ 2024 ചോദിച്ച എത്ര ചോദ്യം 2025 റിപ്പീറ്റ് ചെയ്യുന്നറിയോ? അതൊന്ന് വാറന്റ് കേസ്. കഴിഞ്ഞ വർഷം ചോദിച്ചു എന്നാണ്, അത് PYQ ആണ്. അത് ഈ വർഷം റിപ്പീറ്റ് ചെയ്തു. അതൊരു ഈ ചോദ്യം ഉണ്ട്, പ്രൈവറ്റ് ഡിഫൻസ് 2024 ചോദിച്ച ചോദ്യമാണ്. അത് തന്നെ ഒന്ന് പൊടി തട്ടി എടുത്തിട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, 2025 ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇത് വർക്ക്ഔട്ട് ചെയ്തതിനാക്കി ഇതൊരിക്കലും തെറ്റത്തില്ല. അതുപോലെ കണ്ടോ, ഈ പറയുന്ന പോലെ IMEI നമ്പറിനെ പറ്റിയും IMSI നമ്പറിനെ പറ്റിയുള്ള ചോദ്യം. ഈ ചോദ്യം വർക്ക്ഔട്ട് ചെയ്ത ഒരാൾക്ക് അറിയാം IMSI നമ്പറിൽ 15 ഡിജിറ്റ് ആണുള്ളത്. അപ്പൊ ഈ വർഷത്തെ 2025 ചോദ്യമാണ് ഇത്. 15 ഡിജിറ്റ് ആണെന്നുള്ളത് ഈ കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പർ മാത്രം വർക്ക്ഔട്ട് ചെയ്തതിന് അറിയാം. ഇതിന് ആൻസർ സി. എത്ര ചോദ്യം, ഫോർ എക്സാമ്പിൾ ഈ ചോദ്യം നോക്കൂ. ആസ് പെർ ദ പ്രൊവിഷൻ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, ഐഡന്റിറ്റി തെഫ്റ്റിന്റെ ശിക്ഷ എന്താണെന്ന ചോദ്യം 2024-25 ഒരേ ചോദ്യം ചോദിച്ചിരിക്കുന്നു. ഇതിന്റെ ഉത്തരം എന്തുവരും കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്തേ. ഇതിന്റെ ഉത്തരം എന്താണെന്നുള്ളത് കമന്റ് സെക്ഷനിൽ ഒന്ന് കമന്റ് ചെയ്തേ. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കാതെ പോകരുത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ നമുക്ക് ഭാവിയിൽ PSC ചോദിക്കാൻ പോകുന്ന പുതിയ ചോദ്യങ്ങളെ പറ്റിയുള്ള ഐഡിയയും കിട്ടും. അതിന് ഉദാഹരണമാണ് ഈ ചോദ്യം. ഇതിന്റെ ഓപ്ഷനിൽ നിന്നാണ് ഈ വർഷത്തെ ചോദ്യം വന്നിട്ടുള്ളത് അല്ലെ.
സോ നിങ്ങൾ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് ശത്രുവിന്റെ ബലം പറഞ്ഞ് കളിക്കുക എന്ന് പറയും. ചുമ്മാ ഇറങ്ങി കളിക്കരുത്, ശത്രുവിന്റെ ബലം പറഞ്ഞ് കളിക്കുക. ഇഷ്ടംപോലെ ലൂപ്പ് ഹോൾസ് പി എസ് സി ഇട്ട് തരുന്നുണ്ട്. അത് അവർ മനഃപൂർവ്വം സെറ്റ് ചെയ്യുന്നതാണ്. കാര്യം നിങ്ങളെ സെലക്ട് ചെയ്യാനാണ് അവർ ഇരിക്കുന്നത്, റിജക്ട് ചെയ്യാനല്ല. അപ്പൊ അവർ പറയുന്ന പാറ്റേണിൽ പഠിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ സെലക്ട് ചെയ്തോളൂ. ഇറ്റ്സ് എ സെലക്ഷൻ ഏജൻസി, നോട്ട് റിജക്ഷൻ ഏജൻസി. ഓക്കെ. അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് അവസാനമായി സെക്കൻഡ് ലാസ്റ്റ് ആയി പറയേണ്ടുന്ന ഒരു കാര്യം ഇതാണ്: ഡീപ്പ് സ്റ്റഡി. കറക്കി കുത്തിയാൽ മാത്രം നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. കുറച്ച് ആഴത്തിലിറങ്ങി പഠിക്കണം. അപ്പോൾ ആഴത്തിലിറങ്ങി പഠിക്കണമെങ്കിൽ സ്റ്റാൻഡേർഡ് പുസ്തകങ്ങൾ എടുത്ത് വെച്ച് പഠിക്കാം. ഫോർ എക്സാമ്പിൾ, ഇതൊക്കെ നമ്മുടെ ഈ വർഷം വന്നിട്ടുള്ള സൈക്കോളജി എന്നുള്ള ചോദ്യങ്ങളാണ് അല്ലേ. ലെവൽസ് ഓഫ് പ്രോസസിങ് തിയറിയെ പറ്റിയുള്ള ചോദ്യമാണ്. അത്യാവശ്യം നിലവാരമുള്ള ഒരു ചോദ്യമാണ്. ഇതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തിരുന്നു, അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെ ടെസ്റ്റ് റൺ ചെയ്യുന്നു, മോക്ക് ടെസ്റ്റ് ബാച്ച് റൺ ചെയ്തപ്പോൾ അവർ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ലെവൽസ് ഓഫ് പ്രോസസിങ് തിയറിയെ പറ്റി. അതുപോലെ തന്നെ ഫ്ലിൻ എഫക്റ്റിനെ പറ്റിയുള്ള ചോദ്യം വന്നിരുന്നു. എ ആണ് അതിന്റെ ആൻസർ വരിക. ഇത് വളരെ ലളിതമായിട്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മൾ മോക്ക് ടെസ്റ്റിനകത്ത് കവർ ചെയ്ത് കൊടുത്താണ്. കാര്യം ഞങ്ങൾക്കറിയാം കുട്ടികൾക്ക് ത്രൂ ഔട്ട് ക്ലാസ്സിൽ നിന്ന് കാണാനുള്ള സാഹചര്യം കുട്ടികൾക്കില്ല. അപ്പം ഏറ്റവും കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന മാർക്ക് എന്ന് വെച്ചാൽ മാതൃകാ പരീക്ഷകളാണ്. പിന്നെ അവിടെ തെറ്റിക്കുന്ന ഒരു ചോദ്യം നമ്മൾ പിന്നെ എക്സാമ്പിൾ തെറ്റിക്കില്ല അല്ലേ. സോ മാതൃകാ പരീക്ഷകൾ മാക്സിമം എഴുതി. ഞങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മോക്ക് ടെസ്റ്റും റിവിഷനും ഒക്കെ ഉള്ളൊരു മെഗാ ബാച്ച് റൺ ചെയ്യുന്നുണ്ട്. ഒരു 499 രൂപ മാത്രമാണ് അതിന്റെ ഫീസ്. മോക്ക് ടെസ്റ്റുകൾ പരമാവധി അറ്റൻഡ് ചെയ്യുക. പറ്റിയില്ലെങ്കിൽ നിങ്ങൾ മാക്സിമം റിവിഷൻ ക്ലാസ്സുകൾ എങ്കിലും കാണുക. റിവിഷൻ ക്ലാസ്സുകളും ടെസ്റ്റ് ഡിസ്കഷൻസ് എങ്കിലും പരമാവധി കണ്ടു തീർക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പ്രധാനമായിട്ട് നിങ്ങളടുത്ത് പറയാനുള്ള ഒരു കാര്യം. ഡീപ്പായിട്ട് സ്റ്റഡി നടത്തണം. ഇതിന്റെ ആൻസർ പറഞ്ഞല്ലോ, ഇതിന്റെ ആൻസർ ബി ആണ്. ഓക്കെ, യെസ്, ബി. അപ്പൊ അടുത്ത പരീക്ഷയ്ക്ക് എന്തൊക്കെ ചോദ്യങ്ങളാണ് വരുന്നതെന്നുള്ളത് ഈ ചോദ്യ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു ധാരണ കിട്ടും. അതിൽ ഒരു 50% കറക്റ്റ് ആയാൽ മതി, നമുക്ക് അടുത്ത പരീക്ഷയിൽ ടോപ്പ് 10 റാങ്കിലേക്ക് വരാം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ സ്മാർട്ടായിട്ട് പഠിക്കാം. അവസാനമായി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഏത് പരീക്ഷയാണെങ്കിലും, അത് ഈ പരീക്ഷ ഏത് പരീക്ഷയാണെങ്കിലും കോൺഫിഡൻസ് ആണ് കീ. ദിസ് ഇസ് ദ ലാസ്റ്റ് ടിപ്പ് ഫോർ യു. കോൺഫിഡന്റ് ആയിട്ട് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ആരെയും പേടിക്കാതെ, പേടിയും ഭയവും ഇല്ലാതെ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റും. അല്ലാതെ ആ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്താൽ തെറ്റിപ്പോയി എന്ത് പറ്റും? എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റിയാൽ ഞാൻ എന്ത് ചെയ്യും അല്ലയ്യ എന്നുള്ള ചിന്തയിൽ പോകരുത്. എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുമ്പോൾ 10 എണ്ണത്തിനകത്ത് 7 എണ്ണം ശരിയാവും, 3 എണ്ണം തെറ്റും. എന്നാലും അഗ്രിഗേറ്റ് 6 മാർക്ക് കിട്ടും. നേരത്തെ നിങ്ങൾ 10 എണ്ണം സ്കിപ്പ് ചെയ്യായിരുന്നു, അപ്പൊ 0 മാർക്കായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. 0 മാർക്കിനേക്കാൾ എന്തുകൊണ്ടും വലുതാണ് 6 മാർക്ക്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയാണ് ടോപ്പ് റാങ്കിലേക്ക് എത്തേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയാ പഠന അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് കോഴ്സിന്റെ ഭാഗമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചർ ഞങ്ങളുടെ ബാച്ചസ് അവൈലബിൾ ആണ്. ലോങ് ടൈം ബാച്ചുകളുണ്ട്. ഇപ്പൊ വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് ടെസ്റ്റിനുള്ള ബാച്ചുകളുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഡെമോ ക്ലാസ് സഹിതം നിങ്ങൾക്ക് ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. മെന്റേഴ്സോട് സംസാരിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാം. ഇന്നത്തെ പരീക്ഷയിൽ നിങ്ങളുടേതായിട്ടുള്ള ഒബ്സർവേഷൻ, കാരണം ഞങ്ങൾ സ്റ്റുഡൻസിന്റെ ഡെയിലി ബേസിസിൽ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കമ്മ്യൂണിറ്റി ആണല്ലോ. സോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ ദയവായി അത് കമന്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്, ഓൾ ദി ബെസ്റ്റ്. അയ്യോ, കട്ട് ഓഫിനെ പറ്റി പറഞ്ഞില്ലല്ലോ. കട്ട് ഓഫിനെ പറ്റിയാണ് നമുക്കിനി സംസാരിക്കേണ്ടത്. കഴിഞ്ഞ വർഷത്തേക്കാൾ പരീക്ഷ കുറച്ച് ഈസി ആയതുകൊണ്ട് തന്നെ ഈ വർഷത്തെ കട്ട് ഓഫ് നമുക്ക് ഏകദേശം എത്ര പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കട്ട് ഓഫ് നിരീക്ഷണം മാത്രമാണ്, അത് കട്ട് ഓഫ് പ്രഡിക്ഷൻ അല്ല. ഇത് ശരിയാവാം, തെറ്റാവാം. ഒരു കട്ട് ഓഫ് നിരീക്ഷണം എന്നുള്ള രീതിയിൽ മാത്രം കേൾക്കുക. ഇങ്ങനെ കഴിഞ്ഞ വർഷം ഏകദേശം 47 മാർക്കായിരുന്നു തോന്നുന്നു അല്ലേ കട്ട് ഓഫ്. ഈ വർഷം നമുക്കൊരു 55+ പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കട്ട് ഓഫ് നിരീക്ഷണം മാത്രമാണ്, ബിക്കോസ് എക്സാം ഈസി ആയിരുന്നു. പിന്നെ അത് പല ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും. എത്രത്തോളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു അല്ലെ, പല ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും. അതൊന്നും നമ്മുടെ കയ്യിലില്ല, ആ ഡേറ്റ ഒന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷെ ഏകദേശം ഒരു അസസ്മെന്റ് മാത്രമാണ് 55+ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാര്യം ഇവിടെ ഫിസിക്കൽ ആൻഡ് ഇന്റർവ്യൂ 2 സ്റ്റേജസ് എക്സ്ട്രാ ഉണ്ട്. അപ്പൊ അത്യാവശ്യം ആൾക്കാരെ മെയിൻസ് പാസ്സാക്കിയാൽ മാത്രമേ ഈ സ്റ്റേജസ് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ പഠിക്കാം.